യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യകാരണമായിട്ടല്ല. ഒരു കാര്യം നടക്കണമെങ്കിൽ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട്. പക്ഷെ പണ്ടുള്ളവർ അങ്ങനെയല്ല പഠിപ്പിക്കുന്നത്. നമ്മൾ തീ ഉള്ളിടത്ത് പുകയുണ്ട് എന്നൊക്കെ പറയും. പുകയുണ്ടെങ്കിൽ തീയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥ പറയും. ഇങ്ങനെ പറയുമ്പോൾ എന്ത് പറ്റും? ഒരു കാര്യവും ഒരു കാരണമെന്ന് പറഞ്ഞിട്ടാണ് സകല നിയമം സഹിതം ഉണ്ടാക്കിയിരിക്കുന്നത്. കുത്തിയവനെ ഉണ്ടെങ്കിൽ കൊന്നവനുണ്ടെങ്കിൽ എന്നാൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമനാണെന്ന് പറയുന്ന പോലെ ഉള്ള ഉത്തരവാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇയാൾ 4 ഇഞ്ചുള്ള പിച്ചാത്തിയും കൊണ്ട് നടന്ന പോലീസ് കേസില്ല. എന്തുകൊണ്ടാണ്? ഹൃദയത്തിനകത്ത് കുത്തിയാലേ ചാകത്തുള്ളെന്നുള്ള സങ്കല്പത്തിൽ 6 ഇഞ്ചെങ്കിലും വേണം നീളം. അപ്പോൾ അല്ലെങ്കിൽ അങ്ങ് വരെ എത്തത്തില്ല. അപ്പോൾ ഇയാൾ കുത്തിയാൽ ഒരാൾ ചാകണമെന്നില്ല. ഇത്രയും നീളമുള്ള പിച്ചാത്തി ഉണ്ടാക്കിയ കൊലനെ പിടിക്കണ്ടേ? കൊലനാണ് അതിന് പ്രധാന കാരണം. ഇനി ഇയാൾ കുത്തിയാൽ ഷാർപ്പ്നെസ് ഇല്ലെന്ന് വെച്ചോ, കയറത്തേ ഇല്ല. കുത്തി ചാകും നമ്മൾ, കുത്തി നമ്മൾ ചാകും ക്ഷീണിച്ച്, ചാകത്തില്ല മറ്റത്. അപ്പോൾ നമ്മൾ പറഞ്ഞ ആയിരക്കണക്കിന് കാരണങ്ങളുണ്ട്. കാരണം ഇരുമ്പ് കണ്ടുപിടിച്ചവനല്ലേ ഈ വിജാത്തിയുടെ ആളുകൾ. അപ്പോൾ ഇരുമ്പ് കണ്ടുപിടിച്ചവനെ തൊട്ട് ചിരിക്കേണ്ടി വരും. അപ്പോൾ ആയിരക്കണക്കിന് കാരണങ്ങൾ ചേർന്നിട്ടാണ് ഒരു കാര്യം, അല്ലാതെ കാര്യകാരണമല്ല. കാരണങ്ങളും കാര്യമാണുള്ളത്. ഇതുപോലൊക്കെ ഒന്ന് മനസ്സിലാക്കേണ്ടവൻ. പണ്ട് കാലത്ത് അങ്ങനെ അല്ലത് മനസ്സിലാക്കുന്നത്. ഏത് കാര്യത്തിനും പുറകിലൊരു കാരണമുണ്ടെന്ന് പറയുന്നതല്ല, ഏത് കാര്യത്തിനും കോടിക്കണക്കിന് കാരണമുണ്ടെന്നുള്ളത് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ പോയ ആറ്റവും ഒക്കെ പൊട്ടിത്തെറിച്ചാലേ ഇവിടെ 2 പേര് തമ്മിൽ ഇടിക്കാനൊക്കത്തുള്ളൂ. അവൻ്റെ എല്ലൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ തന്നെ, അവൻ്റെ മസിലൊക്കെ ഉണ്ടാകണമെന്നുണ്ടെങ്കിലും ഒക്കെ മറ്റേ ഗ്രഹത്തിന് മറ്റേ വലിയ സൂപ്പർനോവ പൊട്ടിത്തെറിച്ചാൽ കാർബൺ ആറ്റമൊക്കെ ഉണ്ടാകത്തുള്ളൂ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ കാർബൺ ആറ്റമൊക്കെ ഉണ്ടാക്കിയ സൂപ്പർനോവയൊക്കെ ഇവിടെ ഇടിയുണ്ടാക്കിയവൻ്റെ പേരിൽ കേസെടുക്കേണ്ടതാണ്. ഇതിനല്ല ഇങ്ങനെയാണ് ഇതൊക്കെ നിൽക്കുന്നത്.